എൻ്റെ പേര് രതി. ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു. ഇതെൻ്റെ 5ാം തവണയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഈ ആൾത്താരയിൽ എൻ്റെ മാതാവും എൻ്റെ ഈശോയും എന്നെ ഇവിടെ നിർത്തിയതിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അമ്മ തന്ന അനുഗ്രഹത്തിനെ കുറിച്ച് ഇന്ന് പറയാൻ വേണ്ടി വന്നത്. എൻ്റെ അച്ഛൻ 2 മാസത്തിന് മുമ്പ് ഹാർട്ടിന് അസുഖം വന്നു. ഭയങ്കര കിതപ്പും വിറയലുമായിരുന്നു. ആദ്യം അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 മാസം ധാരാളം മെഡിസിൻ കഴിച്ചിട്ടും യാതൊരു മാറ്റമില്ല. അവർ പറഞ്ഞു അച്ഛന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങളിൽ വേരിയേഷൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ്. വേരിയേഷൻ കാണുന്നുണ്ട്. ഞങ്ങൾ 2 മാസം കഴിച്ചിട്ട് യാതൊരു കുറവുമില്ല. വീണ്ടും അടുത്ത ഹോസ്പിറ്റലിൽ കൊല്ലത്ത് കൊണ്ടുപോയപ്പോൾ അവിടെയും ഡോക്ടർ പറഞ്ഞു അച്ഛന് ECG യിലും എക്കോയിലും TMTയിലും എല്ലാം വേരിയേഷനാണ്, എന്തായാലും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതെ പറ്റില്ല, ചെയ്താലും അധികം വിജയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ ആവും, 1% 1% ബെറ്റർ ആവാനുള്ള മാർഗ്ഗം ആൻജിയോപ്ലാസ്റ്റിയാന്ന് പറഞ്ഞു. അച്ഛന് പ്രായം 71 വയസ്സായി. ഞാനിവിടെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനെല്ലാം നിന്നിൽ സമർപ്പിച്ചിരിക്കുക, നിന്നിൽ ഈശോയാണ് എൻ്റെ എല്ലാം. ഒരു കയ്യിൽ മാതാവും ഒരു കയ്യിൽ ഈശോയിനെ ഞാൻ പിടിച്ചുകൊണ്ട് എപ്പോഴും നടക്കുന്നത്. ഞാൻ പറഞ്ഞു, മാതാവേ അച്ഛൻ ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യാൻ ഇടവരുത്തല്ലേ, ശരീരം മുറിക്കാൻ ഇടവരുത്തല്ലേ മാതാവേ, ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് മരുന്നിലൂടെ ഈ ബ്ലോക്ക് മാറ്റി തരണേന്ന്, അലിയിച്ച് തരണേന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കണേന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ അച്ഛനെയും കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ആൻജിയോഗ്രാം ഇപ്പം മിനിഞ്ഞാന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഇടത് സൈഡ് എല്ലാം പൂർണ്ണമായിട്ടും ഒരു വലിയൊരു ബ്ലോക്ക് ഉണ്ട്, മൊത്തം അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞു. കുമ്മായും അടിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ബ്ലോക്ക് അടഞ്ഞു കിടക്കുക, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട മരുന്നിലൂടെ നമുക്കത് അലിയിച്ച് കളയാനേ പറ്റുള്ളൂ, സാവധാനം അലിയിച്ച് കളയാനേ പറ്റുള്ളൂ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു എന്താ തീരുമാനം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി തീരുമാനം ഒന്നുമില്ല, ഞാനെല്ലാം മാതാവിലും ഈശോയിലും സമർപ്പിച്ചിട്ടുണ്ട്, അമ്മ മാതാവ് ഈശോയും നോക്കിക്കോളും, അതുകൊണ്ട് ഡോക്ടർ മരുന്ന് തന്നാൽ മതി, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഞാനും മാതാവിനോട് അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ആൻജിയോപ്ലാസ്റ്റി മാത്രം ശരീരം കീറിമുറുക്കുന്നത് അങ്ങനെ വേണ്ടാന്ന്, എനിക്കങ്ങനെ കണ്ടു നിൽക്കാൻ വയ്യ, അത് വേണ്ടാന്ന് പറഞ്ഞ പോലെ തന്നെ മാതാവ് ഈശോയിലൂടെ അത് സഹായിച്ചു വന്നു. അച്ഛനിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ മരുന്ന് തന്ന് പതുക്കെ അലിയിച്ച് കളയാമെന്ന് പറഞ്ഞു. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എൻ്റെ മാതാവ് അത് ആ ബ്ലോക്ക് എടുത്ത് കളയുന്ന ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ അടുത്തത് ഞാനിവിടെ ആഗസ്റ്റ് 28 സാക്ഷ്യം വന്ന് പറഞ്ഞിട്ട് പോയത്, 2ാമത് ഒരു കുഞ്ഞിനെയും കൂടി മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതും ഞാൻ അമ്മ തന്ന അനുഗ്രഹം ആയതുകൊണ്ട് ഞാനിപ്പോൾ സാക്ഷിയായിട്ട് പറയുക. എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ എന്നും രാവിലെ ബൈബിള് വായിക്കും, രാവിലെയും വൈകുന്നേരം ബൈബിള് മുടങ്ങാതെ വായിക്കും, ജപമാല ചൊല്ലും. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാൻ എന്ന് ഈ അമ്മയുടെ സന്നിധിയിൽ കാല് വെച്ചു അന്നോട്ട് എനിക്ക് അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ്. ഞാൻ എത്ര തടസ്സങ്ങൾ വന്നാലും എൻ്റെ മാതാവിനെ ഞാൻ മുറുകെ പിടിക്കും. മാതാവേ ഈ സഹനങ്ങളൊക്കെ സഹിക്കാനുള്ള ശേഷി തരണേ, താങ്ങാനും പിടിക്കാനൊന്നും ആരുമില്ല, കാരണം ഞാൻ വീട്ടിലൊറ്റ മോളാണ്, അതുകൊണ്ട് നമുക്ക് ആരുമില്ല. പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് പറയും, മാതാവേ വലിയ കാര്യങ്ങളൊന്നും തരല്ലേ, ചെറിയ നിസ്സാര കാര്യങ്ങൾ തന്നത് പെട്ടെന്നത് മഞ്ഞുപോലെ മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ബസ് സ്റ്റോപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഇത്രയും ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് ബസ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പുകളിലാണ് കൊണ്ടുപോയി അമ്മയുടെ പത്രം കൊണ്ടുപോയി കൊടുത്ത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കും പിന്നെ ബസ് സ്റ്റോപ്പിൽ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പത്രം കൊടുക്കുന്നത്. ചിലവർ നമ്മളെ പത്രം കാണുമ്പോൾ തന്നെ പറയും ചേച്ചി വേണ്ട, ഞങ്ങൾക്കത് വിശ്വാസമില്ല. ഞാൻ അപ്പം തന്നെ പറയും, ആ പത്രം നിരസിച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട. ഞാൻ കൊടുത്ത പത്രം തിരിച്ച് മേടിച്ചിട്ട് ഞാൻ പറയും ഒരു പത്രം നശിപ്പിക്കാനുള്ളതല്ല, ഈ പത്രം ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് രക്ഷപ്പെടാനുള്ള ഒരു ഉപകരണം, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നുകൊണ്ട് ഞാൻ തിരിച്ച് മേടിക്കാറുണ്ട്. തിരിച്ച് മേടിച്ച് വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. എനിക്ക് യാതൊരു മടിയില്ല പത്രം വിതരണം ചെയ്യുന്നത്, വലിയ സന്തോഷമുള്ള കാര്യം എനിക്ക്. അതുപോലെ എല്ലാ മാസവും അനാഥാലയത്തിൽ പോയി സന്ദർശിക്കാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഭക്ഷണമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അതുപോലെ ഫുട്പാത്തിലൊക്കെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ ലഘുഭക്ഷണം വിതരണം ചെയ്ത് കൊല്ലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്നെ കൊണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് ഈശോനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്.
നീ മതം മാറിപ്പോയോ, ഹിന്ദു അല്ലേ? ഞാൻ പറയും ദൈവത്തിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല. ദൈവത്തിന് മുന്നിൽ, ഈശോയുടെ മുന്നിൽ ഒരു ഇതേ ഉള്ളു. എനിക്ക് എൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ, അതുകൊണ്ട് എനിക്ക് ഒന്നിനും കുറവുണ്ടാവില്ല എന്നുള്ള വചനം ഞാൻ എപ്പോഴും ചൊല്ലി നടക്കും. എത്ര തടസ്സങ്ങൾ വന്നാലും ഞാൻ ചൊല്ലുന്നത് അതാ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ തൈലവും തേനും ഉപ്പും എല്ലാം തേനും ഉപ്പും ഇവിടുന്ന് എപ്പോൾ വരുമ്പോഴും ഞാൻ മേടിച്ചുകൊണ്ട് പോകും. അടുത്തുള്ള വീടുകളിലെല്ലാം അവർ വന്ന് ചോദിക്കും എന്നോട്, മോളെ ഇങ്ങനെ ആൾ പനിയായിട്ടിരിക്കുന്നു, വയറുവേദനയായിട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തേനും ഉപ്പും കൊണ്ടേ കൊടുക്കും. അത് കഴിക്കുമ്പോൾ അവർക്ക് രോഗസൗഖ്യം കിട്ടും. ഞാൻ പറഞ്ഞു ഒരുപാട് പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. ഇനിയും കുറേ പേരെ എനിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് മാതാവ് എന്നെ അനുഗ്രഹിക്കണേന്ന് എൻ്റെ പ്രാർത്ഥന. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അമ്മയിൽ സമർപ്പിച്ചിരിക്കുക. ഇനി എന്നും അമ്മയുടെ അടുത്ത് ഉടമ്പടി ചെയ്യുന്ന മോളായിട്ടിരിക്കണേന്ന് എൻ്റെ പ്രാർത്ഥന. അതുപോലെ എനിക്കൊരു കുഞ്ഞുമോളുണ്ട്, ഇപ്പോൾ 2 വയസ്സാവുന്നേ ഉള്ളൂ. അവളെന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, മാതാവ് തന്ന കുഞ്ഞാ, അവളെന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെടിയിൽ പോയി പൂവ് പറിച്ചുകൊണ്ട് വരും. ആരും പറയണ്ട, രാവിലെ എണീച്ച് എൻ്റെ കൈയും പിടിച്ചിട്ട് പറയും, അമ്മ അമ്മയ്ക്ക് പൂ വയ്ക്കണം, അമ്മയ്ക്ക് പൂ വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൊല പൂ, ഏതെങ്കിലും പൂ, ഏത് പൂവാന്നൊന്നുമില്ല, കിട്ടിയ പൂ അമ്മയ്ക്ക് ഈശോയ്ക്കും കൊണ്ടുവയ്ക്കും. അതുപോലെ ബൈബിള് തൊട്ട് തൊഴും. കുഞ്ഞു മോളാണ്, പക്ഷെ അവൾക്ക് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ പുറകിൽ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പുറകിൽ വന്ന് ഇങ്ങനെ നിൽക്കും. ഞാൻ പറയും, മക്കളെ ബുക്കൊന്നും വലിച്ചു കീറല്ലേ, ഈശോയുടെ ബുക്കാ, ജീവനുള്ള ബുക്കാ, അതുകൊണ്ട് വലിച്ചു കീറല്ലേ, ഞാനിവിടെ പ്രാർത്ഥിച്ചോളാം, മോൾ അവിടെ നോക്കി നിന്നാൽ മതി എന്ന് പറയും. അതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും എന്ത് അസുഖം വന്നാലും ഞാൻ തേനും ഉപ്പും തൈലും അത് ഉപയോഗിക്കാറുണ്ട്. എന്നും അത് വൈകുന്നേരം എല്ലാവർക്കും കൊടുത്തിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ ഭയങ്കര ഒരു ഐശ്വര്യമുണ്ട് എല്ലാവരും. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും വലിയ സന്തോഷം ഇങ്ങോട്ട് വരുന്നു. അവരെല്ലാം ഞാൻ എപ്പോഴും ഇവിടെ കൊണ്ടുവരാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന പോലെയെല്ലാം ഞാനിവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവരും ഇപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാതാവ് ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നമ്മളെല്ലാവരും ഇവിടെ കണ്ണീരോടുകൂടിയാണ് വരുന്നത്. ആ കണ്ണുനീര് മാറ്റുന്ന ഒരേ ഒരു ദൈവം നമ്മുടെ ഈശോയും നമ്മുടെ അമ്മയും മാത്രം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും അത്ഭുത ശക്തിയുള്ളൊരു മാതാവ് ഈശോയും ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു സുഖം കിട്ടിയത്. എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടിയതും ഇവിടെ വന്ന ശേഷം. ഇപ്പം 4 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മാസവും. ഇപ്പം 2 മാസമായിട്ട് വരാൻ പറ്റുന്നില്ല, എന്നാലും ഹസ്ബൻഡ് ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് വരും, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടേ കൊടുക്കും. ഇപ്പോഴും അതിന് മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. എൻ്റെ അമ്മയും എൻ്റെ ഈശോയിൽ തന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരു ചെറിയൊരു അനുഗ്രഹം പോലും കിട്ടി ഞാൻ ഇതിവിടെ സാക്ഷ്യം പറയും. എനിക്കത് സാക്ഷ്യം പറഞ്ഞിരിക്കണം, അത്ര സന്തോഷം. എൻ്റെ അമ്മ തരുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എനിക്ക് യാതൊരു മടിയും കൂടാതെ എല്ലാവരോടും പറയണം. അതേ എനിക്ക് ഏറ്റവും സന്തോഷം. മറ്റുള്ളവർ ചോദിക്കും, ഓ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ ചുമ്മാതാണ്. ഞാൻ പറയും, നിങ്ങൾക്ക് അനുഭവം വരുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ. നിങ്ങൾ ആദ്യം വിശ്വസിക്കുക, അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം അപ്പം തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ പേരോട് പറയാറുണ്ട്. അങ്ങനെ മാതാവിനും ഈശോയിനും കോടാനുകോടി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ആശിഷ്. ഞാൻ പോത്താനിക്കാട് നിന്ന് വരുന്നത്, മൂവാറ്റുപുഴ അടുത്ത്. ഞാൻ ആദ്യം ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടെങ്കിലും എനിക്ക് അങ്ങനെ അത്ര വലിയ വിശ്വാസം വെച്ചെങ്കിലും ഞാൻ വന്നില്ല. പിന്നെ 2 പ്രാവശ്യം അമ്മയുടെ ഒപ്പം വന്നു. ഇവിടെ അടുത്തൊരു സിസ്റ്റർ ആൻറ്റി ഉണ്ട്. സിസ്റ്റർ ആൻറ്റി പറഞ്ഞതനുസരിച്ച് ഞാൻ വന്നു. ആദ്യം വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ മടിയായതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഞാൻ 1.5 വർഷമായിട്ട് IITs ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത്, MS ചെയ്യുക എന്നുള്ളത്. ഞാൻ ആദ്യം എഴുതിയപ്പോൾ എൻ്റെ ഒരെണ്ണം പോയി. പിന്നെ രണ്ടാമത് എഴുതിയപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ എന്നോട് എഴുതിക്കൊള്ളാൻ പറയും. അവിടെ ചെന്ന് എഴുതി കഴിയുമ്പോൾ എനിക്ക് കിട്ടില്ല. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ 4ാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം ഞാൻ പോയി എഴുതി. പക്ഷേ 4ാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, തന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ടും കിട്ടിയിട്ടില്ല. ഞാനപ്പോൾ അമ്മയോടൊക്കെ പറഞ്ഞെങ്കിലും അമ്മ പറഞ്ഞു പ്രാർത്ഥനയിൽ എവിടെയോ കുറവുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യം പത്രമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കൊടുക്കാൻ മടിയായതുകൊണ്ട് കിട്ടിയവർക്കൊക്കെ തന്നെയാണ് ഞാൻ പിന്നെയും കൊടുത്തത്. പിന്നെ ഞാൻ പത്രം വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി, ആലപ്പുഴയുള്ളതാണ്, ആ ചേച്ചി വരുമ്പോൾ ഇവിടെ വരുമായിരുന്നു. ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് പത്രം മേടിച്ചുകൊണ്ട് വന്ന് ടൗൺ ഏരിയകളിലും ബസ് സ്റ്റാൻഡുകളിലും അടുത്തുള്ള വീടുകൾ മാറിയിട്ട് ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോയി ഓരോരുത്തർക്ക് പറഞ്ഞ് ഇങ്ങനെ പത്രം കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു അച്ഛൻ പറഞ്ഞു, ഞാൻ ക്ഷമിക്കാണ്ട് എന്തോരം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. നമ്മളോട് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ക്ഷമിക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ മനസ്സിലായി. പിന്നെ ഞാൻ ധ്യാനം കൂടി. പിന്നെ
പ്രതീക്ഷ പ്രാർത്ഥന അതൊന്നും നിർത്തിയില്ല. പിന്നെ കൊന്ത ചൊല്ലൽ തുടങ്ങി. മറ്റേത് ഞാൻ കൊന്ത വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൊന്ത ചൊല്ലണേ, അല്ലാണ്ട് ഞാൻ വേറെ കൊന്തൊന്നും ചെല്ലില്ലായിരുന്നു. പിന്നെ തൊട്ട് ഞാൻ എവിടെ പോയാലും ബസ്സേരി ഇരുന്നാണെങ്കിലും വേറെ വേണമെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിലും കൊന്ത ചെല്ലും. ചിലപ്പോൾ ഒരു രഹസ്യം മൊത്തം ചെല്ലി തീർക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ചെല്ലും. പിന്നെ പോയി എക്സാം എഴുതി. എനിക്ക് ആദ്യമൊക്കെ റീഡിങ്ങിന് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്, പിന്നെ എനിക്ക് റീഡിങ് എഴുതിയപ്പോൾ ഏറ്റവും പാടുള്ള റീഡിങ് 7.5 കിട്ടി. അതുപോലെ തന്നെ ലോണിന് ചെന്നപ്പോൾ IITs ക്ലിയർ ആയത് കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ വെച്ചു. 3 സ്ഥലത്ത് അഡ്മിഷൻ വെച്ചു, 3 സ്ഥലത്തും കിട്ടി. അത് കഴിഞ്ഞ് ലോണിന് ചെന്ന് കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് കുറച്ച് കുടിശ്ശിക ഉണ്ടായിരുന്നു കോവിഡ് വന്നപ്പോൾ. അപ്പോൾ അത് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ അമ്മയുടെ ഒപ്പം എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒന്നോടെ വന്നു, പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് ഞാൻ കാശ് രൂപമായിട്ടാണ് ഞാൻ ബാങ്കുകളിൽ കൂടെ കയറി ഇറങ്ങിയത്. ലാസ്റ്റ് ഫെഡറൽ ബാങ്കുകാർ എന്നെ വിളിച്ചു. ഞാനൊന്ന് പോയായിരുന്നു. അവർ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസ ലോണിന് പകരം കാർഷിക ലോൺ തരാം, അതും വിദ്യാഭ്യാസ ലോണിനേക്കാളും പലിശ കുറഞ്ഞ് എനിക്ക് ചോദിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത് തരാമെന്ന് പറഞ്ഞു. അത് സാധാരണ ഒരു ലോൺ പാസ്സാവാൻ 1 മാസമൊക്കെ എടുക്കുന്നതാണ്. എനിക്ക് ഒരാഴ്ച കൊണ്ട് പാസ്സായി. ഈ ലോണിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കരംകെട്ട് രസീതിൽ നമ്പർ മാറിക്കിടക്കുന്നുണ്ടായിരുന്നു. അത് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ് 6 മാസം എടുക്കുമെന്ന് പറഞ്ഞ സാധനം അത് ശരിയായി കിട്ടാൻ. അവരുടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരുന്നു കാര്യം പറഞ്ഞാൽ. പക്ഷേ അവർ 6 മാസം എടുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് വിട്ടു. പക്ഷേ അപ്പോൾ തന്നെ എൻ്റെ കാശ് രൂപ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചെയ്തു. ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ആ ചേട്ടൻ വന്നു, മാതാവ് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ആ ചേട്ടൻ സംസാരിച്ച് 6 മാസം എന്നുള്ള പേപ്പർ എനിക്ക് ഉച്ചയായപ്പോഴത്തേക്കും വീട്ടിലേക്ക് വിളിച്ച് വില്ലേജ് ഓഫീസർ വേറെ ആളെ പേപ്പർ കൊടുത്തു വിട്ടു, ശരിയാക്കി തന്നു. പിന്നെ എനിക്കിപ്പോൾ ഞാൻ വിസ കിട്ടുക നേരത്തും ഈ കാനഡ ഇന്ത്യ തമ്മിൽ വിഷയം നടക്കുന്നതുകൊണ്ട് എൻ്റെ വിസ പേപ്പർ വരാൻ താമസിച്ച്. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ്ങിന് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നോളും. അത് സ്റ്റാർട്ടിങ് പോലും ആയിട്ടില്ല, നോട്ട് സെലക്റ്റഡ് എന്നും പറഞ്ഞ് കിടക്കുക. പേപ്പർ ടേക്ക് ചെയ്തിട്ടുള്ളൂ എന്നാണ് കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് കൊന്ത മുഴുവൻ ചൊല്ലി. സന്തോഷത്തിൻ്റെ രഹസ്യം തൊട്ട് മഹിമയുടെ രഹസ്യം വരെ വീട്ടിലുള്ള ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ചൊല്ലി. അന്ന് രാത്രി വരെ പേപ്പർ ഫസ്റ്റ് 2 പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, ബയോമെട്രിക്കും പിന്നെ പേപ്പർ സബ്മിഷനും. പിറ്റേ ദിവസം ഒരു വെളുപ്പിന് 2 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഫോണിൽ മെയിൽ വന്നു, വിസ അപ്രൂവൽ. സാധാരണ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ് എടുക്കാത്ത പേപ്പർ അത്രയും പെട്ടെന്നാവില്ല, വിസ അപ്രൂവലായി. പിന്നെ വിസ സ്റ്റാമ്പിങ് ആയപ്പോൾ പിന്നെ വീടിന് എനിക്ക് അവിടെ അക്കോമഡേഷൻ റെഡി ആവാനും പാടുണ്ടായിരുന്നു. അതും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും കുറഞ്ഞ പൈസയിൽ അക്കോമഡേഷൻ ശരിയായി. ഞാൻ ഈ ചൊവ്വാഴ്ച പോവാണ്. പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ചുമ്മാ ഒരു കടമ നിർവഹിക്കുക എന്നുള്ള രീതിയാണ്. പിന്നെ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ശരിക്കും ഇരുന്ന് വായിക്കാൻ തുടങ്ങി. പുതിയ നിയമം ഫുള്ള് കംപ്ലീറ്റ് ആയി. പിന്നെ എനിക്ക് IITs ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു തന്നെയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പിന്നത്തെ മാസം തൊട്ട് ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് വായിച്ചത്. അത് എനിക്കൊരു ബാംഗ്ലൂർ എഡിഷൻ കിട്ടി, ഇച്ചിരി ടഫായിട്ടുള്ള ഇംഗ്ലീഷ്. അതാണ് എന്നെ റീഡിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്ത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ അല്ല വായിച്ച്, ബൈബിൾ വായിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പുതിയ നിയമം 2 തവണ ഫുള്ള് ഞാൻ വായിച്ച് തീർത്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് IITs കിട്ടിയതും. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. എനിക്കൊരു കാര്യം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് സർക്കാർ ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ ടാക്സ് മേടിച്ചിട്ടായിരുന്നൊരു രീതിയിലാണ്. അപ്പോൾ ഞാൻ കോളേജിലാണെങ്കിൽ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. ആ സ്വഭാവമൊക്കെ മാറി, ആൾക്കാരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എന്നെക്കൊണ്ടാവുന്ന സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന പല സ്ഥലത്തും സഹായിച്ചു. പിന്നെ രോഗികളെ സന്ദർശിച്ചു.